പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന അശ്വിൻ ഡിവോഴ്സ് പേപ്പറിൽ എന്തായാലും തൻ്റെ സഹോദരനെ കൊണ്ട് താൻ ഒപ്പുവെപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതി പകച്ചു പോകുന്നു. ഉടൻ തന്നെ ഓഫീസിലേക്ക് ശ്രുതി കുതിച്ചെത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അവിടെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രുതിക്ക് സാധിക്കുന്നത്. തൻ്റെ മുന്നിൽ വെച്ചാണ് ഇപ്പോൾ ആകാശ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ ആകാശിനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ശ്രുതി. ആകാശ് സാർ എന്തിനാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് തൻ്റെ അനിയൻ ആവശ്യപ്പെട്ടാൽ ഞാൻ ഇനിയും ഒപ്പുവെക്കും, അതിലിപ്പോൾ എന്ത് തെറ്റാണ് ഉള്ളത്, അതൊന്ന് വായിച്ചു നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് അത്ര വിശ്വാസമാണ് അവനെ, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുകയും കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ശ്രുതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയെ തേടി വീണ്ടും ഫോൺ കോൾ എത്തിയിരിക്കുകയാണ്. കുഞ്ഞൻ്റെ മാത്രവുമല്ല, അടുത്ത ഒപ്പ് നിന്റെ ചേച്ചിയുടേതാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടേക്ക് കുതിച്ചെത്തുകയാണ് ഇപ്പോൾ ശ്രുതി. അവിടെ വെച്ച് ശ്രുതിയുടെ മുൻപിൽ വെച്ച് ഒപ്പിട്ട് വാങ്ങിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലായി കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ശ്രുതിയാകെ തകർന്നു പോയിരിക്കുകയാണ്. മാപ്പ് പറയുന്നതിന് തയ്യാറായി വരുന്ന ശ്രുതി കറക്റ്റ് സമയത്ത് വീട്ടിലുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ഡിവോഴ്സ് ഉണ്ടാകരുത് എന്ന് കരഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതോടെ ASRന്റെ പവർ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട് അശ്വിൻ. എന്നാൽ മുട്ടുകുത്തിയ ശ്രുതി ഇതേ തുടർന്നാണ് ചതി മനസ്സിലാക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.